അങ്ങനെയൊന്നും പാനലൊന്നുമില്ല. ഞാൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കൊടുക്കാൻ വന്നിരിക്കുകയാണ്. ഈ തവണ ഒരുപാട് പേര് മൾട്ടിപ്പിളായിട്ട് മത്സരിക്കാനായിട്ട് അപേക്ഷ കൊടുക്കുന്നുണ്ട്. കാരണം ആകെ ഒരു നേതാവ് ഉണ്ടായിരുന്നു, മോഹൻലാൽ. അദ്ദേഹം മാറിയോടുകൂടി എല്ലാവരും നല്ല അങ്കലാപ്പിൽ തന്നെയാണ് ശരിക്കും. അപ്പോൾ എല്ലാവരും പലരും വന്ന് ഇനിയാണ് പാനലൊക്കെ ഉണ്ടാവുക, അല്ലെങ്കിൽ ആരൊക്കെയാണ് നിൽക്കണമെന്ന് ആർക്കും അറിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഊഹാപോഹം മാത്രമേ ഉള്ളൂ, ആരും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും പലരും മൾട്ടിപ്പിൾ പോസ്റ്റിലേക്കാണ് കൊടുക്കുന്നത്. അപ്പം പിന്നെ ഇതിന് കഴിഞ്ഞ ഒരു 30-ാം തീയതി ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു സമവാക്യം ഉണ്ടാവും. ഇന്നിപ്പോൾ അവസാന ദിവസമാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ അവസാന ദിവസം മാത്രമാണ് ഇന്ന്. തീരുമാനിക്കുന്നത് 30-ാം തീയതിയാണ്. 15-ാം തീയതിയാണ് നമ്മുടെ ഇലക്ഷൻ. ഞാൻ എങ്ങനെ ഇപ്പോൾ പറയുക? കാരണം എൻ്റെ അപേക്ഷ സ്വീകരിച്ചിട്ട് അത് ഓക്കെ ആക്കി വെച്ചതിന് ശേഷമല്ലേ നമുക്ക് അവർ തീരുമാനം പറയുള്ളൂ. ആര് മത്സരിച്ചാലും ഇന്ന് വൈകുന്നേരം അറിയാൻ പറ്റും. ഞാൻ ഇപ്പോൾ കാൻഡിഡേറ്റാണ്. ഞാൻ ഇതിന് മുമ്പ് അതിനെക്കുറിച്ച് നന്നായിട്ട് ആരോപണ വിധേയർക്കെതിരെ ഞാൻ സംസാരിക്കുന്നു. ഇനി ഞാൻ കാൻഡിഡേറ്റ് ആയിക്കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഓരോരോ ഇഷ്ടമാണ്. കാരണം ഞാൻ ഒരിക്കലും ഒരാളെ പിന്നെ എനിക്ക് പറയാൻ ഉള്ള അവകാശമില്ല. ഞാൻ ചെയ്യുന്നത് തെറ്റാ, അല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചിട്ട് സംസാരിക്കണം. നിങ്ങൾക്ക് സംസാരിക്കാം, നിങ്ങൾക്ക് എല്ലാ ഫ്രീഡം ഉണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ വരാൻ പാടില്ലല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വരാനാണ് നമ്മുടെ ആഗ്രഹം. എല്ലാവരും അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കും വരിക എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എന്താണ് അല്ല, മോഹൻലാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ മത്സര രംഗത്ത് ഇല്ലെങ്കിലും അല്ലെങ്കിലും മോഹൻലാൽ മത്സരിക്കാറില്ല. മോഹൻലാൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും മത്സരിക്കുമോ? നമ്മളെല്ലാവരുടെയും ഒരു അനിഷേധ്യ നേതാവ് മോഹൻലാൽ. വിജയരാഘവനെയൊക്കെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആലോചിച്ചിരുന്നു. അവരുടെ ഭാഗത്തുനിന്നൊരു പോസിറ്റീവായ മറുപടി കിട്ടാത്തതുകൊണ്ടാണ് അതിലേക്ക് ഒരു ഇലക്ഷൻ വന്നേ. സർവ്വസമ്മതനെ മത്സരിപ്പിക്കാനായിരുന്നല്ലോ ആദ്യം ആലോചന. അങ്ങനെയൊന്നുമല്ല. ഇലക്ഷൻ തീരുമാനിച്ചില്ലോ, പിന്നെ അതിനകത്തേക്ക് പിന്നെ ഇലക്ഷൻ മാറുന്നില്ലല്ലോ. കാരണം വന്ന് കഴിഞ്ഞ ജനറൽ ബോഡിയിൽ ഇലക്ഷൻ തീരുമാനിച്ചില്ലേ, പിന്നെ അത് മാൻഡേറ്ററി അല്ലേ, പിന്നെ അതിൽ നിന്ന് മാറാൻ പറ്റില്ല. നമ്മൾ സർവ്വസമ്മതനായിട്ട് വന്നു കഴിഞ്ഞാൽ ആരും ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കില്ല എന്നുള്ളത് മാത്രമായിരിക്കും അതിനകത്തുള്ളത്. അതിപ്പോൾ ഇന്നറിയാൻ പറ്റും ആരൊക്കെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ബാക്കി കൊടുത്തവരൊക്കെ പിൻവലിക്കും. മനസ്സിലായോ? അത് തീർച്ചയാണ്. അങ്ങനെയാണ് അത് എല്ലാവരും അങ്ങനെ ഒരു സൗഹാർദ്ദപരമായിട്ട് കാര്യങ്ങൾ മുമ്പിലേക്ക് പോകുന്നത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഇനി പോകേണ്ടത്. കാരണം അത്രയും നാൾ ഈ 31 വർഷം വന്നിരിക്കുന്നത് ഇനി അതേ സൗഹാർദ്ദത്തിൽ തന്നെയായിരിക്കും പോവുക. അപ്പോൾ അന്യോന്യം അറിയാം. പിന്നെ ചില മത്സരങ്ങൾ വന്നാലും അത് വന്നിട്ടുള്ള ഒരു സൗഹാർദ്ദ മത്സരം തന്നെയായിരിക്കും. അല്ല, ഞാൻ അതിനകത്തേക്ക് എല്ലാത്തിനെയും നമ്മൾ വരവേൽക്കണമല്ലോ. നമുക്ക് ആദ്യത്തിൽ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ജയിച്ചു വരുമ്പോഴല്ലേ അത് പറയാൻ പറ്റുള്ളൂ, അല്ലാതെ നമുക്കത് ഇപ്പോഴും. പക്ഷേ ഇതിനകത്ത് 4 പേർക്ക് സ്ത്രീ സാന്നിധ്യം ഉണ്ട്, അത് ഉറപ്പിച്ചിരിക്കുന്നതാണ്. അത് സംവരണമുണ്ട്. ആ 4 പേര് എക്സിക്യൂട്ടീവിൽ വന്നിട്ടില്ല, 4 പേർക്കുണ്ട്. പിന്നെ ബാക്കി ഒരുപാട് സ്ത്രീകൾ മത്സരിക്കുന്നുണ്ട്. മനസ്സിലായോ? അവിടെ സ്ത്രീ പുരുഷ ഭേദമന്യേ മത്സരിക്കുകയാണ്. അവിടെ വന്നിട്ട് ആര് വരണം എന്നുള്ളത് വന്നിട്ട് ഇതിലെ അംഗങ്ങളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ 4 പേരുടെ ഇതിനകത്തേക്ക് സ്ത്രീകൾ മാത്രമേ വരാൻ പറ്റുള്ളൂ. ചേട്ടന് തോന്നുന്നുണ്ടോ ഈ ഒരു പുരുഷന്മാരുടെ ഒരു മേധാവിത്വമാണ് അമ്മയിൽ നിന്ന് എപ്പോഴും കേൾക്കുന്ന ഒരു വഴിയാണ്, അത് ഇത്തവണ മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അത് തെറ്റായിട്ട് ഞാനതിന് നമ്മളിപ്പോൾ ഞങ്ങളൊക്കെ സ്ത്രീകളെ ബഹുമാനിക്കുന്നവരും. ഇപ്പോൾ ഞങ്ങൾ കൊച്ചി മെട്രോ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് 10 വർഷം മുമ്പ് ആദ്യത്തെ വിമൺ ഫിലിം ഫെസ്റ്റിവൽ ഇവിടെ ഓർഗനൈസ് ചെയ്തവരാണ് ഞങ്ങൾ. മനസ്സിലായി? മോഹൻലാലും മഞ്ജു വാര്യരും വന്ന് അന്ന് ആദ്യത്തെ ഒരു ദിവസം 8ഓളം വുമൺ ഫിലിം മേക്കേഴ്സിന് നമ്മൾ വേദി കൊടുത്ത് ആദരിച്ചവരാണ്. നമ്മൾ അങ്ങനെയുള്ള എല്ലാ പരിപാടികൾക്കും നിൽക്കുന്നവരാണ്. നമ്മൾ പല കാര്യങ്ങളിലും വന്നിട്ട് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ പുറത്തേക്ക് രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളവനാണ് ഞാൻ. പിന്നെ ഞാൻ എങ്ങനെ അതിനകത്ത് എതിരെ നിൽക്കുക? നിങ്ങൾക്ക് തന്നെ അറിയാൻ പാടില്ലേ? ആരോപണ വിധേയർക്കും മറ്റുള്ളവർക്കെതിരെ ആ സമയത്ത് നമ്മൾ വന്നിട്ട് ഗാന്ധി ശിലയ്ക്ക് മുമ്പിൽ ഞങ്ങൾ സത്യാഗ്രഹം ഇരുന്നവർ തന്നെയാണ് അല്ലേ? സ്ത്രീകൾ വരണം. അല്ലെ, സ്ത്രീകൾ തീർച്ചയായിട്ടും വന്നിട്ടുള്ളത്. അത് കാലം മാറില്ല. സ്ത്രീകൾ വരണം, സ്ത്രീകൾ ഉണ്ടാവണം, സ്ത്രീകൾ ഒപ്പം ഉണ്ടാവണം. എൻ്റെ ഭാര്യയാണ് എൻ്റെ ഏറ്റവും വലിയ പിന്താങ്ങ്. അപ്പോൾ എനിക്ക് ഇല്ലെങ്കിൽ സ്ത്രീ ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ വിടുക? സ്ത്രീകൾ മുൻപന്തിയിൽ നിൽക്കാം, അതിനകത്തൊന്നും ഒരു തെറ്റില്ലല്ലോ. എന്നാൽ സ്ത്രീകൾ ഭരിച്ച രാജ്യമല്ലേ ഇത്, അല്ലേ? സ്ത്രീകൾ ഭരിച്ച രാജ്യമല്ലേ? സ്ത്രീകൾ പ്രസിഡൻ്റായിട്ടുണ്ട്, പ്രധാനമന്ത്രിയായിട്ടുണ്ട്. പിന്നെ എന്തിനുകൊണ്ട്? അങ്ങനെയൊന്നുമില്ല. നമ്മളതിനെല്ലാം മാനിക്കുന്ന കേരളം അല്ലെങ്കിൽ തന്നെ വന്നിട്ട് വളരെയധികം സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഒരുപാട് പേരുള്ളൊരു സ്ഥലം തന്നെയല്ലേ? അതിനൊന്നും ഒരു മാറ്റമില്ല. പറഞ്ഞോളൂ. ഞാനൊരു വ്യക്തിയെക്കുറിച്ചിട്ട് ഇപ്പോൾ സംസാരിക്കുന്നത് ശരിയല്ല. കാരണം അവരൊരു കാൻഡിഡേറ്റാണ്. ഞാൻ ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ് വേണ്ടി സംസാരിക്കുന്ന പോലെ ആയിപ്പോകും. അല്ലെ, ഞാൻ ഇനി മുതൽ ഇപ്പോൾ ഇലക്ഷൻ്റെ പത്രിക കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കാൻഡിഡേറ്റിൻ്റെ പേര് ഞാൻ പറയാൻ പാടില്ല. അതിനകത്തേക്ക് ഇപ്പോൾ ചോദിച്ച സ്ത്രീയുടെ കാര്യം പറയുന്നതിനകത്ത് എനിക്ക് പൊതുവായിട്ടുള്ള കാര്യം പറയാം. അല്ലാതെ
ഒരാളുടെ പേര് ഞാൻ പറയുമ്പോഴത്തേക്കും അത് ഞാൻ അതിനെ ഒരു രീതിയിലേക്ക് വന്നിട്ട് ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോലെ വരും. അത് തെറ്റാണ്. ഒരിക്കലും എനിക്ക് അങ്ങനെ തോന്നണില്ല. ഇനി അറിയണം, അങ്ങനെ വരില്ല എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വരാതിരിക്കട്ടെ. ഓക്കെ അല്ലേ? താങ്ക് യു വെരി മച്ച്.